ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ മാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റുമാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ള. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് അരക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാരയെല്ലാം ഈ പാലിൽ നന്നായിട്ട് അലിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മുഴുവനും അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ബാറ്റർ കുറച്ചുകൂടി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് എല്ലാ ഭാഗത്തും തട്ടിക്കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിന് സ്റ്റൗ ടോപ്പിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഒരു 15 മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. അടപ്പിന് ഹോൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഏകദേശം ഒരു 50 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 50 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. സ്ക്വയറിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പുറത്തെടുത്ത് വെക്കാം. ചൂടാറിയതിന് ശേഷം ഈ പാത്രത്തിൽ നിന്നൊന്ന് പുറത്തെടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറിലൊന്ന് മാറ്റിക്കളയാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമിലേക്ക് മാങ്ങ ഇതുപോലെ ജ്യൂസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് വീണ്ടും കുറച്ച് മാങ്ങേൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മാങ്ങേൻ്റെ ജ്യൂസിലെല്ലാം നന്നായിട്ട് കുതിർന്നെടുത്തിട്ടുള്ള ഈ കേക്ക് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്